ഡീപ്പ് ലേണിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്യുമ്പം നമുക്ക് പലപ്പോഴും ട്രെയിനിങ്ങിനായിട്ടും ഇൻഫറൻസിനായിട്ടും GPU ഫെസിലിറ്റി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കറിയാം, ഡീപ്പ് ലേണിംഗ് ബേസ് ചെയ്തിട്ടുള്ള അൽഗോരിതംസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ടും ടെൻസർഫ്ലോ, കെരാസ്, പൈടോർച്ച് ഇതുപോലത്തെ ലൈബ്രറീസ് ആണുള്ളത്. അപ്പോൾ ടെൻസർഫ്ലോ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഡീപ്പ് ലേണിംഗ് ഫ്രെയിംവർക്കായിട്ട് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് GPU അവൈലബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ടുള്ള കോഡ് സ്നിപ്പെറ്റാണ് ഈ ഒരു നോട്ട്ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ടെൻസർഫ്ലോയിൽ നിന്ന് .python.client എന്ന് പറയുന്ന ആ മോഡ്യൂളിൽ നിന്ന് device_lib എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ് ഓർ ക്ലാസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം അത് നമ്മളൊരു ഫംഗ്ഷൻ്റെ അകത്താണ് ഞാനിവിടെ വിളിക്കുന്നത്. device_library.list ലോക്കൽ ഡിവൈസസ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഹാർഡ്വെയർ ഡിവൈസസ് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അത് നമ്മൾ അതിൻ്റെ പേര് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ .name എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ CPU ആൻഡ് GPU എല്ലാത്തിൻ്റെയും ഒരു ലിസ്റ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടും. സോ ഇത് നമുക്ക് അവൈലബിലിറ്റി ഓഫ് GPU ഓർ CPU ചെക്ക് ചെയ്ത് നോക്കാനും നമ്മുടെ ഇൻസ്റ്റാളേഷൻസ് എല്ലാം കറക്റ്റ് ആണോ, GPU ഇൻസ്റ്റാളേഷൻ ആവശ്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ടെൻസർഫ്ലോ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ഈ ഒരു കോഡ് സ്നിപ്പെറ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഞാനിവിടെ ഇതിപ്പം റൺ ചെയ്യുവാണ്. സോ എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നമുക്ക് നോക്കാം. ആസ് ഓഫ് നോ എൻ്റെ സിസ്റ്റത്തിൽ GPU അവൈലബിൾ അല്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ലാപ്ടോപ്പിലാണ് ഇതിപ്പം ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത്. സോ എനിക്കിവിടെ ജസ്റ്റ് സ്റ്റിൽ റണ്ണിങ് ആണ്, അതിൻ്റെ ഔട്ട്പുട്ട് എത്തിയിട്ടില്ല. സോ ആക്ച്വലി ഇത് ഞാൻ CPUവിന് വേണ്ടിയിട്ടുള്ള ഒരു ടെൻസർഫ്ലോ ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്കിവിടെ ഒരു വാർണിംഗ് മെസ്സേജ് കിട്ടുന്നത്. അതായത് CPU ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് ഇതിലിപ്പോൾ കറൻ്റ്ലി ഇൻസ്റ്റാൾഡ് ആണ് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്, ഇൻസ്ട്രക്ഷൻസ് പറയുന്നത്. ജസ്റ്റ് ഒരു വാർണിംഗ് മെസ്സേജാണ്. അത് ഫസ്റ്റ് ടൈം റൺ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് വരിക. സെക്കൻഡ് ടൈം റൺ ചെയ്യുമ്പോൾ ആ ഒരു വാർണിംഗ് മെസ്സേജ് വരില്ല. ഇപ്പോൾ ഇതിൽ അതിന് ശേഷമായിരിക്കും ഈ ഒരു പ്രിൻറ്റ് മെസ്സേജ് വരിക വിത്ത് ലിസ്റ്റ് ഓഫ് അവൈലബിൾ ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ റൈറ്റ് ഡൗൺ എനിക്കിപ്പം device/CPU എന്ന് പറഞ്ഞാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഐ ഹാവ് ഓൺലി CPU ഡിവൈസ് ഇൻ മൈ സിസ്റ്റം. ഇനി നമുക്ക് ഈ ഒരു കോഡ് വി ക്യാൻ ട്രൈ സംവെയർ എൽസ്, അതായത് ഒരു GPU ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ റൺ ചെയ്യാം. സോ അതിനായിട്ട് ഞാൻ ഗൂഗിൾ കൊലാബ് യൂസ് ചെയ്യുവാണ്. സോ ഗൂഗിൾ കൊലാബ് ഓപ്പൺ ചെയ്ത ശേഷം ഞാനൊരു പുതിയ നോട്ട്ബുക്ക് ഓപ്പൺ ചെയ്യുവാണ്. സോ ഇവിടെ നമുക്ക് ബോത്ത് വിത്ത് CPU ആൻഡ് വിത്തൗട്ട് CPU നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം ഗൂഗിൾ കൊലാബ് നമുക്ക് 2 ഓപ്ഷനും തരുന്നുണ്ട്. CPU മാത്രമായിട്ട് റൺ ചെയ്യാനും GPU എനേബിൾ ചെയ്തതിന് ശേഷം റൺ ചെയ്യാനുമുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. സോ നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിൻ്റെ സെറ്റിങ്സിൽ CPU വരുന്നതാണ് ഡിഫോൾട്ടായിട്ട് ഗൂഗിൾ കൊലാബിൽ വരിക. അതായത് നമ്മൾ പ്രത്യേകിച്ച് അത് എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ അകത്ത് GPU എനേബിൾ ആവുകയുള്ളൂ. I will open an empty notebook. Okay, so right now it is connecting to a virtual machine and some around 16 GB 13 GB RAM and 100 GB hard space. So ഇവിടെ ഞാൻ ഈ കോഡ് സ്നിപ്പെറ്റ് പേസ്റ്റ് ചെയ്ത ശേഷം I am just running that. ഓക്കെ, എനിക്ക് CPU എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നമുക്കറിയാം ഗൂഗിൾ കൊലാബ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, GPU ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. സോ അത് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു GPU എനേബിൾ ചെയ്യാനായിട്ട് നമ്മൾ എഡിറ്റിൽ പോവുക, നോട്ട്ബുക്ക് സെറ്റിങ്സിൽ പോവുക. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള GPU സർവീസസ് കാണിക്കും. സോ കറൻ്റ്ലി എനിക്ക് T4 GPU അല്ലെങ്കിൽ V5E1 TPU സെലക്ട് ചെയ്യാം. സോ കറൻ്റ്ലി ഞാൻ ഈ ഒരു
T4 GPU സെലക്ട് ചെയ്യുവാണ്. അതിന് ശേഷം സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ വീണ്ടും ഇറ്റ് ഈസ് കണക്റ്റിംഗ് ടു എ ന്യൂ എൻവയോൺമെൻറ്റ് ഓർ എ ന്യൂ വിർച്വൽ മെഷീൻ കണക്റ്റിംഗ് ടു T4 എന്ന് പറഞ്ഞ് താഴെ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഒബ്വിയസ്ലി അറിയാം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ GPU എന്നുള്ള, ബട്ട് സ്റ്റിൽ നമ്മുടെ സ്ക്രിപ്റ്റ് അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. സോ റൺ ചെയ്യാൻ കൊടുത്തു. അഗെയിൻ ഐ എം റണ്ണിങ് ദ സെയിം സെൽ ബ്ലോക്ക്, എക്സിക്യൂട്ടിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. സോ റൈറ്റ് നോ ഇവിടെ ആക്ച്വലി നമുക്ക് ഡിവൈസ് CPU കാണാൻ പറ്റും, അതുപോലെ ഡിവൈസ് GPU കാണാൻ പറ്റും. സോ ഗൂഗിൾ കൊളാബിൽ നമുക്ക് വിനോ നമുക്ക് ഏത് എൻവയോൺമെൻറ്റിലാണ് റൺ ചെയ്തതെന്നുള്ളത് നമുക്കിവിടെ എഡിറ്റ് നോട്ട്പുട്ട് സെറ്റിങ്ങിൽ പോയാൽ അറിയാൻ പറ്റും. അതല്ല നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ നമ്മൾ GPU ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് ലൈബ്രറീസും സെറ്റിങ്സും എല്ലാം പ്രോപ്പർ ആണോ അല്ലെങ്കിൽ ആ ഇൻസ്റ്റാളേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കോഡ് സ്നിപ്പറ്റ് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. ആ രീതിയിൽ നമുക്ക് ആ ഒരു ഡിവൈസ് അറിയാൻ പറ്റും. ഇനി നമുക്കൊരു കാര്യം കൂടെ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇത് TPUയിലോട്ട് ചേഞ്ച് ചെയ്തിട്ട് എന്താണ് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. സോ ഐ എം ജസ്റ്റ് ചേഞ്ചിങ് ടു TPU. അഗെയിൻ ആ ഒരു വിർച്വൽ മെഷീൻ ഡിസ്കണക്റ്റ് ആയി പുതിയൊരു മെഷീനിൽ കണക്റ്റ് ആവുന്നു. ഇറ്റ്സ് V5 E1 എന്നാണ് കാണിക്കുന്നത്. സോ കോഡ് സ്നിപ്പറ്റ് റൺ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് നോക്കാം. ഓക്കെ, സോ ഇവിടെ we are getting an error named module not found. So I think ഈ ഒരു സ്നിപ്പറ്റ് അല്ലെങ്കിൽ ഒരു കോഡ് സ്നിപ്പറ്റ് നമുക്ക് TPUവിൽ വർക്കാവില്ല. നമുക്ക് only in GPUs and CPUs. ഓക്കെ, സോ ഈ രീതിയിൽ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് ആൻഡ് ഹാർഡ്വെയർ ഡിവൈസസ് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ.